അങ്ങനെ അസൂയയോടെ നോക്കുന്നുണ്ട്. പക്ഷേ പിന്നെ എന്തൊക്കെയോ ശബ്ദവും ബഹളവും അടുത്ത മുറിയിൽ നിന്ന് കേൾക്കുന്നു. പിന്നീട് രാവിലെയാണ് അറിയുന്നത് ആ ചെറുപ്പക്കാരൻ സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു എന്നുള്ള. അപ്പോൾ ഈ ഒരു നമ്മൾ ചെറുപ്പക്കാരൻ നോക്കിക്കാണുമ്പോൾ അവർ ജീവിതം ആഘോഷിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ വാസ്തവത്തിൽ പലപ്പോഴും അവരുടെ സംഘർഷഭരിതമായ നഗരജീവിതത്തെ കൂടി അദ്ദേഹത്തിൻ്റെ കഥകളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നഗരത്തെ പറ്റി പറഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നത് എംടിയുടെ അവസാനമായിട്ടുള്ള എഴുതിയ കഥകളിൽ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. പക്ഷെ അതിലൊക്കെ നഗരം വരുന്നുണ്ടെങ്കിലും ഈ നഗരത്തിൻ്റെ എല്ലാ വിഹ്വലതകളും പിന്നെ ഭീകരതയൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങനെയുള്ള കഥകൾ എംടി എഴുതിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എംടിയുടെ ഒന്നാമതായിട്ട് എംടിയുടെ നഗരം എന്നുള്ള സങ്കല്പം തന്നെ എംടി പറയുന്നുണ്ടല്ലോ. എംടി ആദ്യം കണ്ട നഗരം പാലക്കാട്ടായിരുന്നു. വിക്ടോറിയ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ ഇപ്പം 4 വർഷം അവിടെ ഉണ്ടായിരുന്നു, പാലക്കാട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോഴിക്കോട് വന്നു. അപ്പോൾ കോഴിക്കോട് വന്നു, പിന്നെ കോഴിക്കോടാണ് എംടിയുടെ നഗരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കോഴിക്കോട് ഇപ്പം ആ കാലത്ത് ഇപ്പം എംടി കോഴിക്കോട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് മലയാളികൾ ഒരുപാട് പിന്നെ ഇങ്ങനെ ദൂര കൽക്കത്തയിലേക്കും ബോംബെയിലേക്കും പിന്നെ മദ്രാസിലേക്ക് പോയിക്കൊണ്ട് ഇപ്പം മലയാളികളുടെ മനസ്സിലുള്ള നഗരം അതാണ് ബോംബെ, പിന്നെ മദ്രാസ്. പക്ഷെ അതേസമയത്ത് തന്നെ പിന്നെ നഗരത്തിൽ നിന്ന് ഉരുത്തി വരുന്ന ആശയങ്ങളുണ്ട്, അത് കോഴിക്കോട്ട് നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പം വലിയ നഗരങ്ങളിൽ നിന്ന് ഇപ്പോൾ വിജയനുള്ള ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന വിജയൻ്റെ ഡൽഹി ജീവിതത്തിൽ നിന്നായിരിക്കാം. പക്ഷെ അതുപോലെ വലിയ നഗരത്തിൽ നിന്ന് മാത്രം ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ കോഴിക്കോട്ടിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് പട്ടത്തുളക്കരനായരനുമായിട്ടും അരവിന്ദനുമായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്നൊക്കെ കേട്ടോ. അതില്ലാതെ എനിക്കതിലേക്ക് അത്ര വിശദമായിട്ട് പിന്നെ കഥാപാത്രം ഓർമ്മ വരുന്നില്ല. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഈ എംടിയുടെ നഗരം എന്നുള്ള കോഴിക്കോടാണ്. അതിൽ നിന്ന് ഒരുപാട് നമ്മുടെ മാസ് വരുന്നുണ്ട്. ഇനിയുള്ള സമയം മാസ് കൊടുക്കാം. ഇനിയൊരു 15 ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളതേ, നമ്മൾ എംടിയുടെ രാഷ്ട്രീയം, എംടി വളർന്നു വന്ന കാലം നല്ല രാഷ്ട്രീയ ബോധം ഉണ്ടാകേണ്ട, രാഷ്ട്രീയ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഒരു കാലത്ത് അതുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വായിച്ച എനിക്ക് കെ എം അനിലാണ് എഴുതിയെന്ന് തോന്നുന്നു. ഈ എംടിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ തമസ്കരിക്കപ്പെട്ട ഒരു സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നില്ല, പൊളിറ്റിക്കൽ മാറ്റം മാത്രം സംഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നഗരമായാലും ഗ്രാമമായാലും ഗ്രാമം ആ ജീർണതയിൽ നിലനിൽക്കുന്നു, നഗരത്തിൽ മനുഷ്യ സമത്വത്തിൻ്റെ യാതൊരു ഇതുമില്ല. Contribution? No, we are concentrating on Katha. There is another session for cinema, for all. Karaseri. Oh? Karaseri. I will give to Karaseri. ഇരുന്നിട്ടാണ്, ഞാനത് അറിഞ്ഞില്ല. കാരശ്ശേരി മാഷേ, നമുക്കൊന്ന് ഇവരൊക്കെ സംസാരിച്ചു, കുറച്ച് അത് തീർന്നു ഏകദേശം. എന്തേ റിലാക്സ് ചെയ്യണോ? കാരശ്ശേരി മാഷ് കുറച്ചൊന്ന് ശ്വാസം കഴിക്കണം. ഓക്കെ. എന്നാൽ എനിക്ക് എന്നെ വല്ലാതെ ഒലച്ച എംടിയുടെ ഒരു കഥയുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, ഗ്രാമത്തിൻ്റെ ഒരു വ്യവസ്ഥ, അത് എത്രമാത്രം ജീർണമാണ്, മനുഷ്യവിരുദ്ധമാണ്. അതേപോലെ തന്നെ നഗരവും. അപ്പോൾ ശിലാലിഖിതം എന്ന് പറഞ്ഞിട്ടൊരു കഥ, എനിക്കൊന്ന് എന്തൊരു കഥയാണത്, എന്തൊരു രാഷ്ട്രീയമാണ് അതിലുള്ളത്. അത് എനിക്കൊരു പക്ഷേ അധികം ആഘോഷിക്കപ്പെടാത്തൊരു കഥയാണ്. നഗരത്തിൽ നിന്ന് ഒരു ചരിത്രകാരൻ ഡോക്ടർ ഗോപാലൻകുട്ടി വരുന്നു എന്തിനാന്ന് വെച്ചാൽ ഒരു ശിലാലിഖിതം തേടിയിട്ടാണ്. ഒരു അമ്പലം പുതുക്കി പണിഞ്ഞപ്പോൾ ഒരു ശിലാലിഖിതം കണ്ടു. അപ്പം അത് അതിലെ വട്ടെഴുത്തൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നോക്കി ഫോട്ടോ എടുക്കണം, എനിക്കൊരു ചരിത്ര ഗവേഷണ പ്രബന്ധം എഴുതണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം വരുന്നത്. ഫോട്ടോ എടുക്കാൻ ഒരാൾ വരുന്നുണ്ട്, ഒരു വട്ടെഴുത്ത് വായിക്കാൻ പറ്റുന്ന ഒരാളും വരുന്നുണ്ട്.
അപ്പം ഈ ഒരു ഉദ്ദേശത്തിലാണ് വരുന്നത്, അല്ലാതെ ഗ്രാമത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. പിന്നെ ഗ്രാമത്തിലെത്തിയാൽ അമ്മ ആ തറവാട് വിറ്റ പൈസ കൊണ്ടുപോയിട്ട് നഗരത്തിൽ ഭാര്യയ്ക്ക് കിട്ടിയ സ്ഥലത്തൊരു വീടുണ്ടാക്കണം. ഈ 2 സ്വാർത്ഥ ഉദ്ദേശങ്ങളോട് കൂടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് മകളുണ്ട്, 12 വയസ്സായ മകള്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. അവിടെ ഒരു സ്ത്രീ, ചോലയുടെ വക്കത്ത് ഒരു സ്ത്രീ വീണ് കിടക്കുന്നു, ഞരങ്ങുന്നു. എന്തോ വിഷം കഴിച്ചതാണ്, അതോ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി മരുന്ന് കഴിച്ചതോ. അപ്പോൾ ഇയാൾ എന്താ പറയുന്നത്, മോള് പറയുന്നു ഇങ്ങനെ ഒരു ആള് കിടക്കുന്നുണ്ട്, അപ്പോൾ വേണ്ട, നോക്കണ്ട, അങ്ങോട്ട് പോര്. ഒരു നാഗരികന്റെ കൃത്യമായിട്ടുള്ളത്. മകള് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അച്ഛൻ പറയുന്നത് പോരൂ, അത് വേണ്ട, അത് വേറെ ആരെങ്കിലും നോക്കിക്കോളും എന്ന് പറയാണ്. പക്ഷെ നമ്മൾ കാണുന്ന ഗ്രാമത്തിലെ മനുഷ്യരും വൈകുന്നേരം വരെ ആ സ്ത്രീ അവിടെ കിടന്നിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കുക, ആസ്പത്രി കൊണ്ടുപോവുക, ഒന്നും ചെയ്യുന്നില്ല. അവർ ചർച്ച ചെയ്യുന്നത് അവൾക്ക് എത്ര മാസം ഗർഭം ഉണ്ടാവും, അവൾ ചീത്തയാണ്, ഗർഭം ഉണ്ടാവും, എന്ത് മരുന്നായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക, ഈ വേണ്ടാത്ത ഇതൊക്കെ തറവാട്ടിൽ പെട്ടൊരു സ്ത്രീ തന്നെയാണത്. അപ്പോൾ അങ്ങനെ അവസാനം അവൾ മരിക്കുന്ന വരെ ചർച്ചയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരാൾ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല, ഒരു ഡോക്ടറെ കൊണ്ടുവരുന്നില്ല. അങ്ങനെ അവസാനം മരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈശൽ മുഴുവൻ രാത്രി പാതിര വരെ അവിടെ കിടക്കുമായിരുന്നു, വല്ല കുറുക്കനും വന്ന് അവളെ കടിച്ചു വലിക്കുമായിരുന്നു, അത് കഴിഞ്ഞു കിട്ടി, ഏതായാലും അത് കഴിഞ്ഞു കിട്ടി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുടെ അതിഭീകരമായിട്ടുള്ള ക്രൂരത. അതേപോലെ തന്നെ നഗരത്തിൽ നിന്ന് വന്ന ആ ചരിത്രകാരൻ്റെ വലിയ സ്വാർത്ഥതയും നമ്മൾ കാണുന്നു. തിരിച്ചു പോകുമ്പോൾ മകളോട് പറയുന്നു, നമുക്കിവിടെ നിൽക്കണ്ട, നമുക്കിതൊക്കെ വിറ്റ് നഗരത്തിലേക്ക് പോകാം. കണ്ടില്ലേ, ഒരു പെണ്ണിവിടെ കിടന്നിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ്, അച്ഛനെ കൊണ്ടുവരായിരുന്നില്ലേ, ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരായിരുന്നില്ലേ എന്ന് മകള് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പം ഈ കഥയിൽ വാസ്തവത്തിൽ നഗരത്തിൻ്റെ കാപട്യത്തെയും അതേപോലെ ഗ്രാമത്തിലെ വ്യവസ്ഥയുടെ മനുഷ്യത്വമില്ലായ്മയെയും ഒരുപോലെ വിമർശിക്കുന്ന ശക്തമായൊരു കഥയാണ്. അപ്പോൾ കാരശ്ശേരിക്ക് ഇതാണ് MTയുടെ പൊളിറ്റിക്സ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ മറ്റ് പൊളിറ്റിക്സ് ഇപ്പോൾ ആക്റ്റീവായിട്ട് പൊളിറ്റിക്കൽ കഥ എഴുതിയിട്ടില്ലെങ്കിലും ശക്തമായ പൊളിറ്റിക്കൽ കഥയാണിത്. First of all, I have to apologize with our learned guest Sirpi, because I have to talk in Malayalam. Okay. Kindly pardon me for speaking only in Malayalam. സുഹൃത്തുക്കളെ, ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചു വന്ന വിഷയം MTയുടെ മഞ്ഞ് എന്ന ചെറിയ നോവലിനെ പറ്റി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട MTയുടെ രചന, പ്രത്യേകിച്ച് ഫിക്ഷൻ, മഞ്ഞാണ്. 1964 ആ പുസ്തകം വന്നു. അതിന് വലിയ ശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. 60 കൊല്ലം കൊണ്ട് അതിൻ്റെ 50 പതിപ്പ് ഇറങ്ങി. വളരെ ചെറിയ 10-80 പേജുള്ള ഒരു ചെറിയ നോവലാണ്. അത് അനവധി കാര്യങ്ങൾ കൊണ്ട് MTയുടെ ലോകത്ത് നിന്ന് അത് വളരെ വെട്ടിത്തിരിഞ്ഞ് വളരെ വ്യത്യാസമായിട്ട് നിൽക്കുക. ഒന്നാമത്തെ കാര്യം, സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും പറയുന്ന, MT തന്നെയും പറയുന്ന, അദ്ദേഹത്തിൻ്റെ നീളാനദിയോ കൂടല്ലൂരോ അവിടുത്തെ പഴയ നായർ തറവാടുകളോ ഗ്രാമീണ അന്തരീക്ഷമോ ഒന്നുമില്ല, വളരെ വ്യത്യാസമാണ്. അത് ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഒരു MTത്വം ഇല്ലാത്ത ഒരു രചനയാണ് മഞ്ഞ്. അതിൻ്റെ പേര് വിശേഷമാണ്, അതിൻ്റെ പശ്ചാത്തലം വളരെ നൈനിത്താളാണ്. അതിലെ കഥാപാത്രങ്ങൾ, പ്രധാനമായിട്ട് കഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. വിമല എന്നൊരു നായിക, പിന്നെ വളരെ അപൂർവമായി മാത്രം പേര് പറഞ്ഞിട്ടുള്ള നായകൻ സുധീർ കുമാർ മിശ്ര. അയാളെ നേരിട്ട് വരുന്നേ ഇല്ല. പിന്നെ അതിൽ
അവളുടെ മാതിരി തന്നെ ഉള്ള ബുദ്ധു എന്നൊരു തോണിക്കാരൻ, പിന്നെ അവിടെ ധാരാളം സന്ദർശകരുടെ കൂട്ടത്തിൽ വരുന്ന ഒരു സർദാർജി, ഇത്രയും കഥാപാത്രങ്ങളുണ്ട്. വളരെ ചെറിയൊരു സംഗതി. അപ്പം അത് എന്നെ ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ വ്യത്യാസം. നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കുന്ന മാതിരിയല്ല അത്. ഇങ്ങനെയാണോ, ഇത്ര ചുരുക്കിയിട്ടാണോ, ഇത്ര കുറച്ചാണോ എഴുതുക? പൊതുവെ എം ടിയുടെ ജീവിതത്തിലും എഴുത്തിലും ഒക്കെ ഉള്ളൊരു വിശേഷം, മൗനത്തിൻ്റെ ശക്തി വളരെ അറിയുന്ന ഒരു എഴുത്തുകാരനാണ്. നിത്യജീവിതത്തിൽ അദ്ദേഹം വളരെ കുറച്ച് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഊണ് കഴിക്കുമ്പോൾ കറി തീർന്നു പോയാൽ കറി വേണമെന്നല്ല പറയുക, കറിയുടെ പാത്രത്തിൽ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ കാണിക്കുക ചെയ്യും. അത്ര കുറച്ച് സംസാരിക്കും. മിക്കപ്പോഴും ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു മൂളൽ, അല്ലെങ്കിൽ ഒരു ചുണ്ടുകോട്ടൽ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആശയസംവേദന രീതി. അത് എഴുത്തിലുണ്ട്, വളരെ നല്ലൊരു കാര്യമാണ്. അത് ഏറ്റവും കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചൊരു രചനയാണ് മഞ്ഞ്. അതിനങ്ങനെ നമ്മുടെ അച്ചുമാഷൊക്കെ കാച്ചിക്കുറുക്കിയ നോവൽ എന്ന് പറയുന്നുണ്ട്. അന്ന് അതിന് മുകളിൽ അടിച്ചിരുന്നത് നോവല്ലാന്നാണ്, ലഘു നോവൽ എന്നാണ്. അത് കേരളത്തിൻ്റെ പുറത്താണ് ആ കഥ നടക്കുന്നത്. അപ്പം ഞാൻ എം ടിയോട് ഒരിക്കൽ സംസാരിച്ചു, ചോദിച്ചിരുന്നു, ഇത് എവിടെ ഇരുന്നാണ് എഴുതിയത്? നൈനിത്താളിൽ ഇരുന്ന് എഴുതിയതാണോ? എം ടി പറഞ്ഞ അല്ല, ഞാൻ അവിടെയൊക്കെ പോയി വന്നു, അത് കോഴിക്കോട് ഒരു ഹോട്ടലിൽ ഇരുന്ന് എഴുതിയതാണ്. നമുക്ക് അങ്ങനെയല്ല, എൻ്റെ അന്തരീക്ഷം മുഴുവൻ അവിടുത്തെ ആ തടാകം, കാലം എങ്ങനെയാണ് തടാകത്തിലെ ജലം പോലെ തളം കെട്ടിക്കിടക്കുന്നത്. അപ്പം അത് ഞാൻ ശ്രദ്ധിച്ചൊരു വേറെ ഒരു കാര്യം, ഒരു സ്ത്രീയുടെ ആംഗിളിൽ അത് എഴുതിയിട്ടുള്ളത്. അതിൽ വേറെ ആരും രംഗത്ത് വരുന്നില്ല. അതിപ്പോ അന്നൊക്കെ അത് ഇറങ്ങിയ കാലത്തൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ബോധധാരാ സമ്പ്രദായത്തിൽ എഴുതിയതാണ്. അപ്പോൾ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്നൊക്കെ സാഹിത്യ വിമർശനത്തിൽ പറയും. ആ തരത്തിലൊരാൾ നേരത്തെ എഴുതിയിരുന്നു. അത് കുമാരനാശാനാണ്. 1919 ഇതിനും 60 കൊല്ലം മുമ്പാണ്. സീത അങ്ങനെ ഇരിക്കും. അതിൽ ആശാൻ ഉപയോഗിച്ച വാക്ക് സ്മൃതിധാര. സുധർമാമുനിയോട് അയോധ്യയിൽ ഗതരായോട് അളവർന്നരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്ത ആളുടെ ശാന്തവാടിയിൽ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വരിക. അപ്പോ 9 കൊല്ലമായി ഈ മലയാളിയായ വിമല, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളി, നൈനിത്താളിലാണ്, ടീച്ചറാണ്. അപ്പോൾ അന്ന് വന്ന ഉടനെ തന്നെ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അയാൾ വരുന്നത് വളരെ വളരെ വിശേഷമായിട്ടാണ്. ആ വരവിൻ്റെ ഒരു രീതി, അയാൾ സിഗരറ്റ് വലിക്കും. അപ്പൊ സിഗരറ്റിന്റെ സുഗന്ധം എന്നാണ് ഒരു പ്രയോഗം. വേറൊന്ന് നീല ഞരമ്പോടിയ മുഖം എന്നാണ്. പിന്നെ അതിൻ്റെ ചില സൗന്ദര്യങ്ങള്, ചില സൗഭാഗ്യങ്ങള്, ആ വളരെ അവ്യക്തമായ ഓർമ്മ. ഓ, ഒരു പെണ്ണിങ്ങനെ ഇരുന്നിട്ട് അവളുടെ സത്യത്തില് വളരെ നിർഭാഗ്യകരമായൊരു ജീവിതമാണ്. കാരണം എപ്പോഴും എം ടി ശ്രദ്ധിച്ചിട്ടുള്ളൊരു സംഗതി കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യമാണ്. അദ്ദേഹത്തിൻ്റെ ഏത് കഥയെടുക്കുമ്പോഴും, പ്രത്യേകിച്ച് തിരക്കഥകളിൽ കൂടി അങ്ങനെയാണ്, നോവലുകളിലൊക്കെ. ഇപ്പം നാലുകെട്ടാണെങ്കിലും കാലമാണെങ്കിൽ ഒക്കെ എപ്പോഴും അങ്ങനെ ഇതിനകത്തുണ്ട്. അത് പക്ഷെ നേരിട്ട് വരുന്നില്ല. അവളുടെ ഓർമ്മയിലും, ഞാൻ പറഞ്ഞ സ്മൃതിധാരയിലും, അമ്മയുടെ വഴിവിട്ട യാത്ര, അച്ഛൻ്റെ അവസാന കാലത്ത് നിസ്സഹായമായ കിടപ്പ്,
കാലിപ്പിള്ളർ ചുഴറ്റി എറിഞ്ഞ ചേരയെ പോലെ തുടങ്ങിയുള്ള അപൂർവമായിട്ടുള്ള ബിംബങ്ങൾ ധാരാളം ഉള്ള ഒരു പുസ്തകമാണ്. ഈ ഇത്ര ചുരുക്കി എഴുതിയവരും ഇപ്പോൾ കാലത്തിൻ്റെ പാറയിൽ മഞ്ഞു വീഴുന്നു എന്ന ജാതിയിൽ അനവധി അനവധി. അതിൽ ഒരു ഘട്ടത്തിൽ അതിൽ തന്നെ പറയുന്നുണ്ട്, കഥ ആത്മാവിൽ നിന്ന് ഒഴുകുമ്പോൾ കവിതയാകുന്നു. അങ്ങനെ ഇപ്പോൾ കെ പി ശങ്കരൻ മാഷ് അതിനെപ്പറ്റി എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് നിശബ്ദതയുടെ സംഗീതം എന്നാണ്. അങ്ങനെ ഒരു വാക്ക് അതിനകത്തുണ്ട്. അപ്പോ MT അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ അപൂർവ ലേഖനങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന് മോഹം ഉണ്ടായിരുന്നത് കവിയാവാനാണ് എന്ന്. എടശ്ശേരിക്ക് 60 വയസ്സായപ്പോൾ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് എൻ്റെ സ്വന്തം കവി എന്ന്. ഞാൻ എഴുതാൻ മോഹിച്ച കവിതകളാണ് എടശ്ശേരി എഴുതിയത്. അപ്പൊ ശരിക്കും മഞ്ഞ ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും കവിതയാണ് എന്ന് പറയുമ്പോൾ ആരും തർക്കിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതിലൊരു തമാശ ഉള്ളത്, നമ്മളൊക്കെ എല്ലാവരും പറയാറുള്ളതാണ്, MTക്ക് ചിരി വളരെ കുറവാണ്. അപ്പോൾ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നരസിംഹറാവുവും MTയും ചിരിക്കാത്തതെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ MT വെച്ച് അങ്ങനെ ഒരു പരാതി ഉണ്ടോ? ഞാൻ പറഞ്ഞ പരാതിയുണ്ട്. അപ്പോൾ MT പറഞ്ഞു അത് ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനൊരു തമാശയുള്ള ആളായിരുന്നില്ല, അമ്മയും വളരെ ഗൗരവക്കാരിയായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നാണ്. പക്ഷെ സർദാർജി, ഇതിലെ കഥാപാത്രം സർദാർജി, അവര് വളരെ തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വിമലോട് പറയുന്നുണ്ട്, ടീച്ചർജി വല്ലപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കണം, ഇല്ലെങ്കിൽ ആ സിദ്ധി മറന്നുപോകുന്നു. ഇത് നമ്മളെ MTയോട് എപ്പോഴും പറയാൻ ആഗ്രഹിച്ചാണ്, മിക്കാക്കും പറയാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. വല്ലപ്പോഴും ഒന്ന് MT ചിരിക്കണം, ഇല്ലെങ്കിൽ ആ സിദ്ധി മറന്നുപോകും. അങ്ങനെ ഒരു തമാശ മാത്രമാണ് ഈ ചെറിയ നോവലുള്ളത്. വളരെ വിഷാദഭരിതമായ ഒരു അന്തരീക്ഷം. അപ്പോ ഇതിൻ്റെ ഒരു വിശേഷം, അത് പൂർണ്ണമായും ഒരു പെണ്ണിന്റെ നോട്ടപ്പാടിൽ എഴുതിയതാണ്. അങ്ങനെ ഇപ്പൊ അത് MTയെ സംബന്ധിച്ചൊരു പുതുമയുള്ള കാര്യമല്ല. നമ്മള് ഇപ്പൊ ഇവിടെ MTയുടെ സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റി എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. മുകുന്ദൻ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു, ഞാൻ കേട്ടില്ല. വണ്ടി പതിവില്ലാതെ 2 മണിക്കൂർ വൈകി. അങ്ങനെ 6:10 കോഴിക്കോട്ട് വരേണ്ട വണ്ടി 8:10 വന്നത്. അപ്പോ ഈ സ്ത്രീ കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുക, അതിപ്പോ നമുക്ക് വളരെ പരിചയമുള്ളതാണ്. അവരുടെ നോട്ടപ്പാടിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാം, അത് നമുക്ക് അത്ര പുതുമയുള്ളതെന്ന് പറയാൻ വയ്യ. ഇന്ദുലേഖയുടെ ആംഗിള് പലപ്പോഴും 1889 ആ നോവൽ വരുന്നത്. എന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു ജനിക്കുന്ന കൊല്ലം ഇന്ദുലേഖ വരുന്നു. അങ്ങനെയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാം വന്നപ്പോൾ താഴത്തുണ്ടായിരുന്നു അല്ലേ എന്ന് സൂര്യൻ ഒരുപാട് ചോദിക്കുമ്പോൾ വളരെ ശാന്തചിത്തയായിട്ടാണ് ഇന്ദുലേഖ മറുപടി പറയുന്നത്, ഞാൻ അപ്പോൾ താഴത്തില്ല എന്ന്. അപ്പൊ ചന്തുമേൻ എഴുതുകയാണ്, ഞാൻ എന്ന വാക്ക് കേട്ട് സൂര്യൻ ഒരുപാട് ഞെട്ടി എന്ന്. എന്താ കാരണം? കാരണം വളരെ ലളിതമാണ്. ഒരു ബ്രാഹ്മണനോട് ഒരു ശൂദ്ര സ്ത്രീ, ഒരു പുരുഷനോട് ഒരു സ്ത്രീ, ഒരു ജന്മിയോട് ഒരു കുടിയാൻ കുടുംബത്തിലെ ഒരാള്, അവളുടെ വല്യമ്മാവൻ പഞ്ചുമാനൻ അടിയൻ എന്ന് പറയുമ്പോഴാണ് ഞാൻ എന്ന് ഇന്ദുലേഖ പറയുന്നത്. ആ ഞാൻ എന്നുള്ള പ്രയോഗം ഇന്ദുലേഖയിലെ വളരെ വിപ്ലവാത്മകമായ ഒരു പ്രയോഗമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പരിചയമുണ്ട്. ഇപ്പം അതിന് മുമ്പ് തന്നെ ഇപ്പോൾ MTയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നു കഴിഞ്ഞു. 1929 വന്നു, 30 അത് പുസ്തകമായിട്ട് വന്നു. പിന്നെ നമുക്കറിയുന്ന മാതിരി സരസ്വതിയമ്മയും ലളിതാംബികയോ അങ്ങനെ അനവധി സ്ത്രീകൾ എഴുതി. സ്ത്രീകളുടെ ആംഗിൾ ഇപ്പോൾ 44 ബാല്യകാല സഖി വരുന്നു. അതിലും സുഹറയുടെ ആംഗിളിലെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, MT മലയാളികളുടെ സജീവ ശ്രദ്ധയിലേക്ക് വരുന്നത് വളർത്തുമൃഗങ്ങൾ എന്നുള്ള കഥയോട് കൂടിയാണ്. 1954 ആ കഥ വരുന്നത്. അപ്പോ അതിനാണ് അദ്ദേഹത്തിന് ലോക ചെറുകഥാ മത്സരത്തിൽ സമ്മാനം കിട്ടുന്നത്. ആ കഥ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ
അതിൽ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമുള്ളത്, അത് മുഴുവൻ അതിലെ ആ നിർഭാഗ്യവതിയായ യുവതിയുടെ പേഴ്സ്പെക്റ്റീവിലാണ്, ആ ആംഗിളിലാണ്, ആ വീക്ഷണങ്ങളിൽ എഴുതിയിട്ടുള്ളത്. ചാർലി ചാപ്ലിന്റെ പ്രസിദ്ധമായ ദ സർക്കസ് എന്നുള്ള നോവല് ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും. കാരണം മനുഷ്യ ജീവിതം തന്നെ ഒരു സർക്കസാണ്, ഞാണിന്മേൽ കളിയാണ് എന്ന് നമ്മളെ കരഞ്ഞുകൊണ്ടും ചിരിപ്പിച്ചുകൊണ്ടും ഒരേ സമയത്ത് ഓർമ്മിപ്പിക്കുന്നൊരു വളരെ പ്രസിദ്ധമായൊരു സിനിമയാണ് ചാപ്ലിൻ്റെ ദ സർക്കസ്. ഈ വളർത്തുമൃഗങ്ങൾ എന്നുള്ള MTയുടെ കഥ, അതിലൊരു ട്രപ്പീസ് കളിക്കാരി ജാനമ്മയുടെ ദുർവിധിയാണ്. അപ്പോൾ അത് സിനിമയാക്കിയപ്പോൾ ഒരു കൗതുകം ഉണ്ടായത്, MT അതിനു വേണ്ടി പാട്ട് എഴുതേണ്ടി വന്നു. അദ്ദേഹം പാട്ട് എഴുതി. കാരണം അന്ന് പാട്ട് എഴുതാമെന്ന് വെച്ച് യൂസഫ് അലി കേച്ചേരിക്ക് അന്ന് വരാൻ പറ്റാതെ വന്നപ്പോൾ തൽക്കാലം ഒരാളോട് പറഞ്ഞ് കെഞ്ചാനാവില്ല എന്ന് വെച്ചാൽ MT അങ്ങോട്ട് എഴുതി തീർത്തു. ജാനമ്മയുടെ സഹപ്രവർത്തകൻ ലക്ഷ്മി അവളോട് പറയുന്നുണ്ട്, ഇവിടെ ഒക്കെ മൃഗങ്ങളാണ്. അപ്പൊ ഈ സർക്കസ് കൂടാരം എങ്ങനെയാണ് ഒരു സ്ത്രീയോട് പലതരത്തിലുള്ള അന്യായം കാണിക്കുന്നത്, അവളുടെ പ്രണയം തകർന്നു പോകുന്നത്, ചന്ദ്രൻ എന്നുള്ള കാമുകനെ നഷ്ടപ്പെടുന്നത്, മാനേജർ അവളോട് ബലാത്കാരം ചെയ്യുന്നത് ചന്ദ്രൻ സാക്ഷിയായി പോയതുകൊണ്ട് അവസാനം വീണ് കൈ എല്ല് പൊട്ടി ഇനി കളിക്കാൻ പോയില്ലെന്നായപ്പോൾ ഒരു 50 രൂപ കൊടുത്ത് അവളെ പിരിച്ചുവിടുന്നിടത്താണ് ആ ചെറുകഥ അവസാനിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, സ്ത്രീയുടെ നോട്ടപ്പാടിൽ നിന്നുകൊണ്ട് ലോകം കാണുക, കഥ പറയുക എന്നുള്ളത് MTക്ക് തുടക്കത്തിലേ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ 54-ലാണ് ആ കഥ വരുന്നത്, മഞ്ഞ് വരുന്നത് 64-ലാണ്. അപ്പോൾ മഞ്ഞിൽ ഉള്ളൊരു പ്രധാനപ്പെട്ട വിശേഷം, അതിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് സർക്കസിൽ ആണുങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ വളരെ ചുരുങ്ങിയ കൂലി മാത്രം പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത്, എന്തുകൊണ്ടാണ് അവിടെ സ്ത്രീകൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളിലുള്ള പ്രതിഷേധം മുഴുവൻ ആ ചെറുകഥയിൽ തുടക്കത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ മഞ്ഞിൽ പ്രതിഷേധത്തിൻ്റെ യാതൊരു ലാഞ്ചനയും ഇല്ല. ഇപ്പം MTയെ പറ്റിയുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു വിമർശനം, അദ്ദേഹം വ്യക്തിയുടെ കഥകളാണ് എഴുതുന്നതെന്ന്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം MT 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അത് എന്നോട് വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യമാണ്, മൂലധനം വായിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ പരിഭാഷ ഒന്നും വന്നിട്ടില്ല എന്ന് ദയവായി ഓർക്ക്. കമ്മ്യൂണിസത്തോട് അദ്ദേഹത്തിന് അനുഭാവം ഉണ്ടായിരുന്നു. ആ അനുഭാവം ഇല്ലാതെ പോയത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ യാന്ത്രികമായ സാഹിത്യ സമീപനം കൊണ്ടാണ് എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് അച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സാമ്പത്തികമായ, രാഷ്ട്രീയമായ, സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ട് പടപൊരുതുന്ന നായകന്മാരും അതിൻ്റെ മാതൃകാപുരുഷന്മാരും, ആ തരത്തിലുള്ള ആണും പെണ്ണും, അത്തരത്തിലുള്ള ആളുകളുടെ പ്രണയം, ഇതൊന്നും MTക്ക് ഒരിക്കലും ചിത്രീകരിക്കാൻ തോന്നിയിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അതിപ്പോൾ നാലുകെട്ടാണെങ്കിലും. പക്ഷേ അദ്ദേഹം എപ്പോഴും ഈ തരത്തിലുള്ള സ്ത്രീത്വത്തിൻ്റെ മഹാസങ്കടങ്ങൾ അദ്ദേഹം ചിത്രീകരിക്കും. അത് വളരെ സൂക്ഷ്മമാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പറയാറുള്ളതാണ്, ചതി MT എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു പ്രമേയമാണ്. അപ്പോൾ ഓപ്പോള് എന്നുള്ള കഥയിൽ തന്നെ അച്ഛൻ്റെ കൂടെ വന്ന പെൺകുട്ടി അദ്ദേഹം പറഞ്ഞു കേട്ട മാതിരി ഏതോ സുഹൃത്തിൻ്റെ മകളല്ല, സ്വന്തം മകളാണ് എന്ന തരത്തിലൊരു ഭൂകമ്പം ആ വീട്ടിലുണ്ടാവുന്നത്. തീരെ കുട്ടിയാണ് MT എന്ന്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നെ കടകണ്ണാവ ഒരു യാത്രക്കുറിപ്പൊക്കെ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചതി വരുന്നത് എന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയുന്ന മാതിരി
ചതിയൻ ചന്തുവിനെ അദ്ദേഹം വേറെ മട്ടിൽ ആലോചിക്കും. എങ്ങനെയാണ് മഹാഭാരതത്തിൽ ഭീമൻ എല്ലാം കഴിഞ്ഞിട്ട് തഴയപ്പെടുന്നത് എന്ന് രണ്ടാം മുഴത്തിൽ ചിത്രീകരിക്കും. ചിന്താവിഷ്ടയായ സീത തൻ്റെ സങ്കടം മാത്രമല്ല, ഭർത്താവ് കാണിച്ച അന്യായങ്ങളൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. അതിലേ 13 അല്ലി ചതി ചെയ്തു നിർവൻ ഓർക്ക വയ്യതാൻ എന്ന് ചതി എന്നുള്ള വാക്ക് തന്നെ സീത ഉപയോഗിക്കും. പിന്നെ അദ്ദേഹം എങ്ങനെയാണ് ബാലിയെ കൊന്നത്, എങ്ങനെയാണ് ശൂദ്രമുനി എന്തിനാണ് കൊന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സീത വിചാരണ ചെയ്യും. ഭർത്താവിൻ്റെ സദ്ഗുണങ്ങളൊക്കെ പറയും. അതിവിസ്തൃത കാല ദേശജ സ്ഥിതിയാൽ നീതി വിഭിന്നമാകിലും ക്ഷിതിനാഥ പരാർത്ഥ ജീവികൾക്കെതിരില്ലാത്ത നിദർശനം ഭവാൻ എന്ന് പറയും. പിന്നെ വെറുപ്പ് മാത്രമല്ല, സ്നേഹമുണ്ട്. പ്രിയരാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ ഇഷ്ടമൊക്കെ കാണിക്കും. വിമലയ്ക്ക് പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രതികാരവുമില്ല, യാതൊരു തരത്തിലുള്ള പകയില്ല, കയ്പില്ല. ബുദ്ധുവിന് സായിപ്പാണ് അവൻ്റെ അപ്പൻ. അപ്പോൾ കണ്ടിട്ടില്ല, ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അവൻ എന്തേ മോഹമുള്ളൂ? ഒന്ന് കണ്ടാ മതി. വിമലയ്ക്കും അത്രയേ ഉള്ളൂ, ഒന്ന് കണ്ടാ മതി. 9 കൊല്ലമായി അവൾ കാത്തിരിക്കും. അപ്പോ ഈ തരത്തിലുള്ള പുരുഷന്മാരുടെ ചതികള് ഒരു വളരെ പ്രധാനപ്പെട്ട വാക്യത്തിൽ MT സംക്ഷേപിച്ചിട്ടുണ്ട്. അത് കാലത്തിലാണ്. സേതുവിന് സുമിത്രയോടാണ് ആദ്യം താല്പര്യം തോന്നുന്നത്. പിന്നെ വേറെയും പലരും ഓർക്കുന്നുണ്ട്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ മാറി മാറി അയാളുടെ കൗതുകങ്ങൾ പോവാണ്. അതൊരു ഘട്ടത്തിൽ സുമിത്ര പറയുന്നുണ്ട്, സേതുവിന് എന്നും ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം. ഈ വാക്യം നമ്മൾ ഉപയോഗിച്ചത് MTയെ പരിഹസിക്കാനോ പുച്ഛിക്കാനോ ആണ്. കാരണം സേതു MT വാസുദേവൻ നായരാണ് എന്ന് എത്രയോ ആളുകൾ രഹസ്യത്തിലും പരസ്യത്തിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കണക്കിന് ആ വാക്യം ആണധികാരത്തിനെതിരായിട്ടുള്ളൊരു ശരിയായ ചാട്ടമാറടിയാണ്. കാരണം പുരുഷന്റെ പ്രണയം എന്ന് പറയുന്നത് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതി ആലോചിച്ചാൽ മനസ്സിലാവും അവർക്ക് അവരോട് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ മറ്റിപ്പം മിക്ക കഥകളിലും ആണുങ്ങൾ ഈ തരത്തിൽ അവരവൻ്റെ ശാരീരികമായ ഭോഗങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ചു പോവാം, അതിൻ്റെ അപ്പുറത്തേക്കില്ല. അപ്പോൾ അതിലിപ്പോൾ വലിയ ഉദാഹരണം വിമലയുടെ അമ്മ നടത്തുന്ന വഴിവിട്ട യാത്രകൾ, അതിലെ ഗോമസ് എന്നുള്ള കഥാപാത്രം, അനവധി. അതിൽ ഏറ്റവും അന്തസ്സുള്ള ഒരാളായിട്ട് MTയുടെ കഥകളിൽ വരുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. അതിനെപ്പറ്റി മൂന്നൻ പറഞ്ഞു. അപ്പം എനിക്കൊരു ക്ലെയിം ഉള്ളത്, ഞാൻ അതിനെപ്പറ്റി പണ്ട് മാതൃഭൂമി വായനത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, തായ്വേരിൻ്റെ ബലം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കർക്കടകം എന്നുള്ള കഥയിലുള്ള അമ്മയെ ആലോചിച്ച് നോക്കുക. അല്ല, അദ്ദേഹത്തെ മിക്ക കഥകളിലും അമ്മ വരുന്നു. അല്ലെ, കുട്ടിയെടുത്തി ആലോചിക്കുക. കുട്ടിയെടുത്തേക്ക് എന്തൊരു തൻ്റെടാണ്, എന്തൊരു ബലമാണ്, എന്തൊരു ആത്മവിശ്വാസമാണ്. ഒന്നിനെയും അവർക്ക് പേടിയില്ല, ഒരു ജീവിതത്തിൽ ഒന്നിനും പേടിയില്ല, മരണത്തെയും പേടിയില്ല. അവസാനം അവർ തൂങ്ങി മരിച്ചു. പക്ഷെ കുട്ടിയെടുത്തിയെ ചിത്രീകരിക്കുന്നത് കുട്ടിയെടുത്തിയുടെ കണ്ണിലൂടെയല്ല, വാസുവിന്റെ കണ്ണിലൂടെയാണ്. 5-8 വയസ്സുള്ള ചെറിയ പയ്യനാ വാസു. അപ്പോ മഞ്ഞില് ഇപ്പോ വിമലയെ ഇന്ന് വിചാരണ ചെയ്യുമ്പോൾ ഒരാൾക്ക് ചോദിക്കാം, ഇപ്പോ ഇന്നത്തെ ഒരു ഫെമിനിസ്റ്റ് ആംഗിളിൽ ചോദിക്കാം, ഇത്രയധികം വിധേയത്വം, ഇത്രയധികം അനുസരണ, ഇത്രയധികം പാവത്തരം ഒരു പെണ്ണിന് പാടുണ്ടോ? അങ്ങനെ ചതിയോട് പലതരത്തിൽ പ്രതികരിക്കുന്ന പെണ്ണുങ്ങളെ MT ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ വിമല ഒരു നിതാന്തമായ
കാത്തിരിപ്പിൻ്റെ പ്രതീകമാണ്. എൻ്റെ കണക്കിന് വാസ്തവമായ പ്രണയകഥകൾ വളരെ കുറച്ച് MT എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കഥ വാനപ്രസ്ഥാണ്. അതൊരു പുരുഷന്റെ ആംഗിളിലാണ്, കരുണാകരൻ മാഷ്ട നോട്ടപ്പാടിലാണ് ആ കഥ എഴുതിയിട്ടുള്ളത്. അതിനേക്കാളൊക്കെ വളരെ ശക്തമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ തിരക്കഥകൾ എണ്ണി പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. 60ഓളം തിരക്കഥ ഉണ്ട് MT എഴുതിയത്. അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഏറ്റവും പ്രണയത്തിൻ്റെ ശക്തി, അതിൻ്റെ ആഴം, അതിൻ്റെ കവിത ചിത്രീകരിച്ചത് മഞ്ഞിലാണ്. അത് ഇന്നിപ്പോൾ ഈ തരത്തിൽ ഒരു ഒന്നിനും വേണ്ടിയല്ലാതെ ഇപ്പോൾ വിമല ഒരു കല്യാണം, ഒരു കുടുംബം, ആ തരത്തിലുള്ള സുഖങ്ങൾ, ആ തരത്തിലുള്ള സൗകര്യങ്ങൾ സ്വപ്നം കണ്ടിരുന്നു. ഈ നോവൽ ഒരു തെളിവുമില്ല. അയാളെ കണ്ടു ഇഷ്ടമായി. ഇപ്പം അതിൽ ഒരു സ്ഥലത്ത് ഒരു ഇമേജ് ഉണ്ട്. ജനാല തുറന്നപ്പോൾ കാറ്റ് പെട്ടെന്ന് കടന്നു വന്ന് കെട്ടിപ്പിടിച്ച് തണുത്ത കാറ്റാണ്, കെട്ടിപ്പിടിച്ച് കുറ്റബോധത്തോടെ മുറിയിൽ പതുങ്ങി നിന്നു എന്ന് പറയുന്നു. ഈ തരത്തിൽ അതിൽ വായിച്ചാൽ ആവർത്തിച്ച് വായിക്കാൻ തോന്നുന്ന മാതിരി എത്ര വട്ടം വായിച്ചാലും മതി വരാത്ത മട്ടിലുള്ള ഒരംശം അതിനകത്തുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞാണ് ഖസാക്ക് വരുന്നത്. ഖസാക്കിലെ പല ഭാഗവും നമ്മൾ ആവർത്തിച്ച് വായിക്കും. സ്ത്രീകളുടെ ആംഗിളിലൊരു കഥ പറയുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മുകുന്ദൻ്റെ ഒരു ദളിത് യുവതിയുടെ കഥന കഥ. അത് ഇതേ മട്ടിലാണ്. അത് 96-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെയാണ് MT ഈ മഞ്ഞ് എഴുതിയിട്ടുള്ളത്. അതിന് പല വ്യാഖ്യാനമാവാം. ഇപ്പോൾ ഒരു ഫെമിനിസ്റ്റ് ആംഗിളിൽ അതിനെ വിമർശിക്കുന്നതിന് കുറ്റമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു കുറ്റപ്പെടുത്താനോ കുത്തിപ്പറയാനോ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സ്വപ്നം പോലെ. അതിൽ അങ്ങനെ അവിടെ ആകാശത്തിന് കീഴെ കിടക്കുന്നൊരു മേഘത്തെപ്പറ്റി ഏതോ പകലുറക്കത്തിൽ കണ്ട സ്വപ്നം പോലെ എന്ന് പറയട്ടെ. അപ്പോ MTയുടെ രചനാലോകത്ത് അനവധി കാര്യങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. പിന്നെ MTയുടെ CN ശ്രീകണ്ഠൻ നായരുടെ പ്രസിദ്ധമായ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ ആത്മനിന്ദയും പകയും എന്നാണ്. MTയുടെ കഥാപാത്രങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് ഉറപ്പിക്കാവുന്നത് ഈ 2 വികാരങ്ങളാണെന്നാണ് ശ്രീകണ്ഠൻ നായർ പറയുന്നത്. അത് വളരെ മിടുക്കായിട്ട് എഴുതിയിട്ടുള്ളൊരു ലേഖനമാണ്. അതിൻ്റെ ചില തീർപ്പുകളോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും അതൊരു നല്ല ലേഖനമാണെന്ന് ഞാൻ പറയും. എറണാകുളത്തൊരു സെമിനാറിന് വേണ്ടി എഴുതിയിട്ടുള്ളത്, വളരെ കാലം കഴിഞ്ഞാണ് അത് പ്രസിദ്ധീകരിച്ചത്. അത് നിരൂപണം പുതിയ മുഖം എന്നുള്ള പുസ്തകത്തിൽ മാത്രമേ ചേർത്ത് കണ്ടിട്ടുള്ളൂ, വേറെ ഉള്ള അച്ചടിച്ച് കണ്ടിട്ടില്ല. പക്ഷേ MTയുടെ ലോകത്ത് ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ആത്മനിന്ദയില്ല, പകയില്ല. അതിൻ്റെ കൂടി ഒരു ചിത്രമാണ് വിമല. ആ വാക്കറിച്ചു വിമല എന്നാണ്. യാതൊരു കളങ്കമില്ലാത്തൊരു. അവളുടെ വീട് ശരിക്കും നരകമാണ്. അതായത് അച്ഛൻ മരിച്ചു, അച്ഛൻ അസുഖമായിട്ട് കിടക്കുമ്പോൾ അങ്ങനെ മരിച്ചു പോവാൻ അച്ഛന് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വിമല. പിന്നെ അച്ഛൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നുകയാണ്. എന്തുകൊണ്ടാണ് എനിക്കൊന്ന് കരയാൻ സാധിക്കാത്തത്? അപ്പോൾ കണ്ണിൻ്റെ കോണിലൊരു കടച്ചിൽ അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ചെന്നിട്ട് അന്ന് തന്നെ അവൾ തിരിച്ചു പോരുന്നത് നൈനിതാളിലേക്കാണ്. അങ്ങനെ അവിടെ ശിഥിലമായ കുടുംബം, അതിൽ അനിയൻ, അനിയത്തി, അമ്മ, അച്ഛൻ, ആ കിടപ്പൊക്കെ, അതിലെ അലങ്കാരങ്ങളൊക്കെ ഇവിടെ
വിസ്തരിച്ച് പറയാൻ ഞാനിത് കുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് വായിക്കാൻ നേരമില്ല. കർശരി മാഷെ, അതിമനോഹരമാണ്. നമ്മുടെ ടൈം കഴിയാറായിട്ടുണ്ട്. ഞാൻ ഒരു വാചകോട് പറഞ്ഞു. തീവണ്ടി ആഫീസിൽ ഇരുന്നതിന്റെ പാപം കൂടി ഞാൻ പേർന്നെന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു കാഴ്ചപ്പാടിലൂടെ കൂടി മഞ്ഞ് വായിക്കുമ്പോൾ MTയെ വേറെ ഒരു തരത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്ന് ഈ സഭയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബഷീറിന്റെ ഒരു വാക്യം കൂടി ഓർത്തുകൊണ്ട്, സമയമില്ല, അള്ളാഹുവിന്റെ ഖജനാവിൽ മാത്രമേ അനന്തമായ സമയമുള്ളൂ എന്ന് ബഷീർ പറയും. നന്ദി, നമസ്കാരം. കർശരി മാഷ് വൈകി വന്നതുകൊണ്ടാണ് ഒറ്റ സ്ട്രെച്ചിൽ സംസാരിക്കേണ്ടി വന്നത്, ഇൻറ്ററപ്റ്റ് ചെയ്യാതെ. നമ്മൾ ഇപ്പം ഒരുവിധമൊക്കെ MTനെ നമ്മൾ സമഗ്രമായി എന്നൊന്നും പറയാൻ പറ്റില്ല, വിഷയങ്ങൾ പലതും സ്പർശിച്ചു. സ്ത്രീകളെ, പൊളിറ്റിക്സും എൻ്റേതായ രീതിയിൽ MTയുടെ പൊളിറ്റിക്സ് ഞാൻ അവതരിപ്പിക്കേണ്ടായി. ശ്രീ M. മുകുന്ദന് MTയുടെ ഈ രാഷ്ട്രീയത്തെ പറ്റി 2 വാക്ക് പറയണമെന്നുണ്ട്. എനിക്ക് എല്ലാവരും പറയാറുള്ളത് MT ഒരു അരാഷ്ട്രീയവാദിയാണെന്നുള്ളതാണ്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയമാണ്. ഇപ്പം എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ യഥാർത്ഥ രാഷ്ട്രീയം അതല്ല, ഒരു കക്ഷിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ MTക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധമുണ്ട്, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പം അതിന് നമുക്ക് ഉദാഹരണമായിട്ട് കാണാവുന്നത് അദ്ദേഹത്തിൻ്റെ നിർമാല്യം എന്ന സിനിമയിലെ അവസാന രംഗമാണ്. അതിൻ്റെ വെളിച്ചപ്പാട്, ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്ന ആ ഒരു സീൻ. അതിൽ രാഷ്ട്രീയമില്ലെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പ്രത്യേകിച്ച് MT ഒരു ദൈവവിശ്വാസിയായിരുന്നു. എല്ലായിടത്തും MT അത് പറയുന്നുണ്ട്. MT ഒരിക്കൽ പറഞ്ഞത്, MTക്ക് ഇപ്പം ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ ശരി, ഞാൻ സമ്മതിക്കും. പക്ഷെ എൻ്റെ വീട്ടിലെ തട്ടിന് പുറത്തെ ഭഗവതി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. ദൈവമില്ല എന്ന് പറഞ്ഞാൽ ശരി, ഞാൻ സമ്മതിച്ചേക്കാം. പക്ഷെ എൻ്റെ വീട്ടിൽ തട്ടിന് പുറത്തുള്ള ഭഗവതി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന്. അപ്പം അങ്ങനെ ദൈവത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ഒരു ബോധം, വിശ്വാസം MTക്കുണ്ട്. അത് മാത്രമല്ല, എല്ലാ വർഷവും ജന്മദിനം മൂകാംബികയിൽ പോയി തൊഴുമായിരുന്നു. അപ്പം അത്രയും ദൈവവിശ്വാസമുള്ള ഒരാളായിരുന്നു MTയുടെ കഥകളിലൊക്കെ ചിതറിക്കിടക്കുന്നുണ്ട് ഈ അമ്പലങ്ങളും ഭഗവതിമാരും വെളിച്ചപ്പാടുകളും ആചാരങ്ങളൊക്കെ. അത്രയും ദൈവവിശ്വാസമുള്ള MTയാണ് ഒരു വെളിച്ചപ്പാടിനെ സൃഷ്ടിക്കുന്നത്. വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്നത് കേട്ടോ. അതിൽ കൂടുതൽ എന്ത് രാഷ്ട്രീയമാണ് ഒരാൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധമുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫാസിസം എന്നൊക്കെ പറയുന്നുണ്ട്. MT പക്ഷേ അങ്ങനെ ഫാസിസത്തിനെതിരെ ഏറ്റവും ശബ്ദിച്ചിട്ടില്ല, ഒരുപക്ഷെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷെ എങ്കിലും MT ശരിക്കും ഒരു ആൻറ്റി ഫാസിസ്റ്റാണ്. അത് തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ നിർമാല്യത്തിൻ്റെ അവസാന രംഗം, അതിൽ കൂടെ നമുക്കത് ചുരുളഴിക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്കാണ് തിരിച്ചു വരുന്നത്. കാരണം നമ്മുടെ രാഷ്ട്രീയ ബോധം എന്നുള്ളത് ശബ്ദിക്കുക എന്നുള്ളതാണ്, ഒച്ചയുണ്ടാക്കുക എന്നുള്ളതാണ്. ലൗഡാണത് നമ്മുടെ രാഷ്ട്രീയം. പക്ഷെ MTയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ മൃദുഭാവം, നിശബ്ദത, അതൊക്കെയാണ്. അപ്പോൾ MTയുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. അത് വളരെ മൃദുവാണ്, അത് ശക്തിയുണ്ട്, ഉൾക്കരുത്തുണ്ട്. പക്ഷെ അത് ലൗഡല്ല. അതുകൊണ്ട് MTക്ക് രാഷ്ട്രീയം ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയവും നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഒച്ച വെക്കാത്തൊരു രാഷ്ട്രീയം, എല്ലാവരും ആക്ടിവിസ്റ്റ് ആകാതെയുള്ള രാഷ്ട്രീയം. പക്ഷെ അതും എനിക്ക് തോന്നുന്നത് MT ചില സമയങ്ങളിൽ ആക്ടിവിസ്റ്റ് ആയിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം മാറാടിൽ രക്തം ഒഴുകിയ സംഭവത്തെ ആ ചുരിച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടി എഴുത്തുകാരുടെയും സിനിമ ചലച്ചിത്ര പ്രവർത്തകരുടെയൊക്കെ ഒരു കൂട്ടായ്മ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ MT മുമ്പിലുണ്ടായിരുന്നു. അപ്പം രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ ഒരു എഴുത്തുകാരന് എപ്പോഴാണ്
നമ്മുടെ രാഷ്ട്രീയകരണത്തിന് ആവശ്യമുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ MT ഉണ്ടായിരുന്നു, പക്ഷെ MT എല്ലായിടത്തും ഉണ്ടായിരുന്നല്ല, എല്ലായിടത്തും എന്ന മുദ്രാവാക്യം വിളിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് MTക്ക് രാഷ്ട്രീയം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊന്ന്, ഇപ്പം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നത്, പലരും പറയുന്നത് പരിവർത്തനങ്ങളാണ്. പരിവർത്തനങ്ങളെ സഹായിക്കുന്ന, ത്വരപ്പെടുത്തുന്ന ഒന്നാണ് രാഷ്ട്രീയം എന്നുള്ളത്. സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലും MTക്ക് വ്യക്തമായിട്ട് രാഷ്ട്രീയ ബോധമുണ്ട്. MTയുടെ നാട്ടിൽ പിന്നെ ഈ ഭാഗത്തും അവിടെയൊക്കെയുള്ള പിന്നെ ആ ഭാഗത്തുള്ള സാമൂഹ്യ ചലനങ്ങൾ, അവിടെയുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ മുഴുവൻ ഒപ്പിയെടുത്തുകൊണ്ടാണ് MT കഥയും നോവലുകളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം മാത്രമല്ല, ആ മാറ്റങ്ങളിൽ വളരെ സുബോധർക്കമായിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗത്ത് നിൽക്കുകയാണ് MT ചെയ്യുന്നത്. ആ മാറ്റങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന കഥാപാത്രങ്ങളാണ് MTയുടെ എല്ലാം തന്നെ. അപ്പം ഒരുപാട് അന്ധവിശ്വാസങ്ങളുള്ള, ഒരു ചൂഷണങ്ങളുള്ള, അങ്ങനെയുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കഥാപാത്രങ്ങളാണ് MTയുടേത്. പക്ഷേ നമ്മളിപ്പോൾ തകഴിയുടെ കഥാപാത്രങ്ങൾ കണ്ടതുപോലെ ഈ ശബ്ദിക്കുന്ന ലൗഡായിട്ടുള്ള കഥാപാത്രങ്ങളല്ല MTയുടെ എന്നുള്ളതാണ്. അപ്പം ഈ ഒരുപാട് ശബ്ദമുഖരിതമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയത്തിൽ നിശബ്ദമായ ഒരു രാഷ്ട്രീയം എങ്ങനെയും ആവിഷ്കരിക്കാൻ സാധിക്കുമെന്ന് കാണിച്ച ആളാണ് MT. ഒരുപക്ഷെ വരാൻ പോകുന്ന കാലത്തും നമുക്ക് ആവശ്യം അതാണ്. അങ്ങനെയുള്ള ഒരു നിശബ്ദമായിട്ടുള്ള ഒരു രാഷ്ട്രീയം, ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയമല്ല നമുക്കിനി ആവശ്യം. നിശബ്ദവും ആഴവുമുള്ളതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ പിന്നെ ഒരു സന്ദേശവാഹകനായിട്ടാണ് ഞാൻ MT കാണുന്നത്, അല്ലാതെ MT ആ രാഷ്ട്രീയവാദിയല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം കഴിയാറായി. 3 പേരും 3 തരത്തിൽ MTയെ വിലയിരുത്തി. സർ പി ബാലസുബ്രഹ്മണ്യം ഈ രണ്ടാമൂഴത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, കഥയാണെങ്കിലും അദ്ദേഹം നോവൽ രണ്ടാമൂഴത്തിനെ ബേസ് ചെയ്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ആളുകളെ തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരൻ നോക്കേണ്ടതും എഴുതേണ്ടതും ആവിഷ്കരിക്കേണ്ടതും മാറ്റി നിർത്തപ്പെടുന്ന, ഇരുട്ടിൽ നിൽക്കുന്ന കുട്ടിയിടത്തെയും അദ്ദേഹം സ്പർശിക്കുകയുണ്ടായി. ആ രീതിയിൽ അദ്ദേഹം അതിനെ വിലയിരുത്തുകയുണ്ടായി. ശ്രീ M. മുകുന്ദൻ MTയുടെ കഥകളിലെ സ്ത്രീകളെ, വളരെ ആത്മശക്തിയുള്ള സ്ത്രീകൾ, അതേപോലെ തന്നെ രാഷ്ട്രീയം, MTയുടെ രാഷ്ട്രീയം, വാസ്തവത്തിൽ MTക്ക് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് എന്ന് തന്നെ ഞാനും വിചാരിക്കുന്നു. അത് ശ്രീ M. മുകുന്ദൻ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള രാഷ്ട്രീയമല്ല, ഒരുപക്ഷെ നമ്മൾ തമസ്കരിച്ച രാഷ്ട്രീയത്തിൻ്റെ ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ജീർണത, അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ ആവിഷ്കരിച്ച്. അതേപോലെ തന്നെ നഗരത്തിൻ്റെ കാപട്യം പറയുമ്പോൾ ആ ഒരു രാഷ്ട്രീയം കൂടി അവിടെ വരുന്നുണ്ട്. രണ്ടിടത്തും നമ്മൾ എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു സാമൂഹ്യ പുനരുദ്ധാന ആ ഒരു എലമെന്റ് നമ്മൾ തമസ്കരിച്ചത്, അതുകൊണ്ടുള്ള ഒരു ജീർണത തന്നെയാണ് വാസ്തവത്തിൽ കാണുക. അതാണ് MT വാസ്തവത്തിൽ അഡ്രസ്സ് ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും കാരശ്ശേരി മാഷ് വൈകി വന്നാണെങ്കിലും സ്ത്രീകളെ പറ്റിയും മഞ്ഞ് എന്ന കൃതിയെ കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ സൗന്ദര്യാത്മകമായിട്ടുള്ള വശങ്ങൾ, പ്രണയം എന്താണ് എന്ന് കൃത്യമായിട്ട് വിലയിരുത്തുകയുണ്ടായി. ഏതായാലും സാർത്ഥകമായിട്ടുള്ള ഒരു ഡിസ്കഷനായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. സർ പി ബാലസുബ്രഹ്മണ്യം, പ്രിയപ്പെട്ട M. മുകുന്ദൻ, കാരശ്ശേരി മാഷ്, സന്തോഷം. മലയാളത്തിൽ